കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെ നടന്ന അക്രമ സംഭവങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളും നിയമപരമായ നടപടികളും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളെയാണ് ചോദ്യം ചെയ്യുന്നത്. കേസിൽ ഇതുവരെ 25 പേർ അറസ്റ്റിലായിട്ടുണ്ടെന്നും പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൊച്ചിൻ മിനറൽ സെന്റർ റൂട്ടിൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള ഗൗരവകരമായ അന്വേഷണങ്ങളുടെ ഭാഗമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഏറെ നാളുകളായി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേസിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഈ നീക്കം. 8.5 മണിക്കൂറോളം നീണ്ടുനിന്ന സുദീർഘവും സൂക്ഷ്മവുമായ പരിശോധനകൾക്കൊടുവിൽ ശേഖരിച്ച രേഖകളുമായി ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവാൻ ഒരുങ്ങുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹത്തിന് നേരെ വലിയൊരു സംഘം അക്രമാസക്തരായി പാഞ്ഞെടുക്കുകയായിരുന്നു. തടസ്സപ്പെടുത്തലുകൾക്കും അസഭ്യവർഷങ്ങൾക്കുമൊപ്പം യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലുകളും വടികളും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭീകരമായിരുന്നു. ഈ ആക്രമണത്തിൽ ഇഡി ഉദ്യോഗസ്ഥർക്കും വാഹനത്തിന്റെ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് നേരെ ഉണ്ടായ അതിക്രമം ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.